കഴിഞ്ഞ ദിവസം പത്രത്തിൽ ശങ്കരാചാര്യസ്വാമികളുടെ നിർവ്വാണ ദിവസം എന്ന പേരിൽ 2 ഫുൾ പേജ് വാർത്ത ബ്രാക്കറ്റിൽ പരസ്യം കാണുവാനിടയായി. വാർത്തയല്ല, പരസ്യം തന്നെയാണ്. അത് 2 ഫുൾ പേജാണ്. എത്ര ലക്ഷം ചെലവാക്കിയിട്ടുണ്ടാവും. പക്ഷെ കാണുമ്പോൾ പെട്ടെന്ന് അത് വാർത്തയാണോ എന്ന് തോന്നിപ്പോകും. കാരണം 1-ാം പേജും 2-ാം പേജുമാണ്. പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ച് സൈഡിൽ ചെറുതായി അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റാണ്. ഇത്തരം ഒരു ആചരണം മുൻപ് കണ്ടതായി ഓർക്കുന്നില്ല. ശ്രീ ശങ്കര ജയന്തി പോലെ നിർവ്വാണ ദിനം നമ്മൾ അനാദിയായി സാമ്പ്രദായികമായി ആചരിക്കുന്ന ഒന്നാണോ? സ്വാമിജിയുടെ മറുപടിക്കായി സമർപ്പിക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ്. അത് 2 പേജിൻ്റെയും അടിയിൽ ആ പരസ്യം കൊടുത്തവർ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇത് ആരിലും അടിച്ചേൽപ്പിക്കുന്നില്ല. ഇത് ഈ എഴുതുന്നവരുടെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാം, തള്ളാം. നിങ്ങൾ വിശ്വസിച്ചോളണമെന്നോ സ്വീകരിച്ചോളണമെന്നോ നിർബന്ധമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്കധികം പൈസ ചെലവ് ചെയ്തിട്ട് കൊടുത്തൊരു പരസ്യമാണ്. അത് ഭഗവാൻ ഭാഷ്യകാരൻ്റെതെന്ന് നമ്മൾ തലമുറകളായി ഉള്ളിൽ താലോലിച്ച ചിത്രമാണ്. 2 ഭാരതത്തിൻ്റെ ഭൂപടമുണ്ട്. ആ ഭൂപടത്തിൽ മഠങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. മഠങ്ങളുടെ സ്ഥാനം വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് വിശദമായി ശങ്കരചരിതം രചിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതില് നിർവ്വാണ ദിവസം എന്ന പേരിൽ പ്രത്യേകിച്ച് ദിവസം 2200 ചില്ലാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് ക്രിസ്തു വർഷത്തിന് ഇത്ര വർഷം മുമ്പ് എന്നൊക്കെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. വർഷം മാത്രമല്ല, ദിവസവും തിഥിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളതൊന്ന് മാത്രം. ഹിന്ദു ധർമ്മത്തിൽ നമ്മുടെ സനാതന സംസ്കൃതിയിൽ എത്രയോ മഹാന്മാരുടെ പ്രവർത്തന ഫലമായിട്ട് വലിയൊരു ഉണർവ്, ഒരു ജാഗരണം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ഉണർച്ച നമുക്കുണ്ടായിട്ടുണ്ട്. അന്ധകാരാവൃതമായ ഒരവസ്ഥയിൽ നിന്ന് വളരെ പ്രകാശപൂർണമായ ഒരവസ്ഥയിലേക്ക് ഈ സനാതനധർമ്മ വ്യവസ്ഥ ലോകം മുഴുവൻ ഉയർന്നിട്ടുണ്ട്. അത് അകസ്മാത് ഉയർന്നതൊന്നുമല്ല, എത്രയോ മഹാത്മാക്കളുടെയും പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായിട്ട് ഉയർന്നതാണ്. ഈ ഒരു അന്തരീക്ഷത്തെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തെ ഉപയോഗിച്ച് നമ്മുടെ സമൂഹത്തിൽ വിഭ്രമമുണ്ടാക്കാനുള്ള, വ്യാമോഹമുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ഒരു കാരണവശാലും ആരും ചെയ്യരുതാണ്. അപ്പം നമ്മൾ നമ്മുടേതായ വിശ്വാസങ്ങളെ പുലർത്താൻ നമുക്ക് അധികാരമുണ്ട്. നമ്മുടേതായ വിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു പൊതുബോധത്തിൽ ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗീനാം എന്ന ന്യായേന സമൂഹത്തിന് ബുദ്ധിഭ്രമം ഉണ്ടാക്കാതിരിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. അതിന് പൊതുവെ നമ്മളൊന്നും ഇങ്ങനെയുള്ള തർക്ക വിഷയങ്ങൾ അധികം ചർച്ച ചെയ്യാറില്ല. എവിടെയൊക്കെ സമന്വയ ദൃഷ്ടി വരുമോ അതധികം ചർച്ച ചെയ്യുക, തർക്ക വിഷയങ്ങൾ അധികം ചർച്ച ചെയ്യാൻ. കാരണം തർക്കോപ്രതിഷ്ഠ,
തർക്കിച്ചിട്ട് എവിടെ ഒരു പ്രതിഷ്ഠയിലെത്താൻ പറ്റില്ല, നിഗമനത്തിലെത്താൻ പറ്റില്ല. അപ്പം പൊതുവെ ആചാര്യ സമൂഹം എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളെ അനുസരിച്ച് പോവുക, അത് നമുക്ക് അസ്വീകാര്യമാണെങ്കിൽ അവിടെ മൗനം പാലിക്കുകയാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയില്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ ആശയം, നമ്മൾ ഭഗവാൻ ഭാഷ്യകാരനെ ശങ്കരാചാര്യസ്വാമികളെ, ശ്രീമദ് ആദിശങ്കരാചാര്യസ്വാമികളെ കാണുന്നു. എവിടെ കാണുന്നു? ഭാഷ്യങ്ങളിലൂടെയും, 2 പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെയും, 3 സ്തോത്ര സാഹിത്യത്തിലൂടെയും കാണുന്നു. ഇതിൽ സ്തോത്ര സാഹിത്യത്തിലൂടെ കാണുന്ന ശങ്കരാചാര്യര് എവിടെ പ്രകരണങ്ങളിൽ കാണുന്നതിൽ നിന്ന് വിരുദ്ധതയുണ്ടോ ആ അംശത്തെ നമ്മൾ തള്ളും. തള്ളിയേ മതിയാവും. പ്രകരണങ്ങളിൽ കാണുന്ന ശങ്കരാചാര്യര് എവിടെയെങ്കിലും ഭാഷ്യത്തിന് വിരുദ്ധത കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തള്ളും. കാരണം ഭഗവാൻ ഭാഷ്യകാരനെ നമ്മൾ കാണുന്നത് ഭാഷ്യങ്ങളിലൂടെയാണ് പരമപ്രധാനം. അത് കഴിഞ്ഞിട്ടേ പ്രകരണങ്ങൾക്ക് സ്ഥാനമുള്ളൂ, അത് കഴിഞ്ഞേ സ്തോത്രങ്ങൾക്ക് സ്ഥാനം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒരു ദൃഷ്ടാന്തം പറയാം. അമ്മേ, എനിക്ക് 85 വയസ്സ് കഴിഞ്ഞു, ഇനിയും നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്ക എന്ന് പറയുന്നുണ്ട്. മയാ 85 അപനീതേ വയസ്സിൽ ദേവി അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കും? ശങ്കരാചാര്യസ്വാമികൾ ഭക്താനുഗ്രഹം ചെയ്യാൻ വേണ്ടി ചെയ്ത സ്തോത്ര രചനയിൽ 85 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് സ്തുതിക്കാൻ വേണ്ടി തയ്യാറാക്കി കൊടുത്തതായിരിക്കാം ഇത്. അല്ലാതെ ശങ്കരാചാര്യ 85 വയസ്സ് കഴിയുന്നവരെ ജീവിച്ചു നമുക്ക് ഊഹിക്കാൻ വയ്യ. ഇങ്ങനെയാണ് ഈ തള്ളുന്ന പ്രക്രിയ പറഞ്ഞത്. വ്യക്തമാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഭാഷ്യങ്ങളിലൂടെയും മറ്റും കാണുന്ന ഒരു ശങ്കരാചാര്യരെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതിന് വിരുദ്ധമായി ഏത് കഥ ശങ്കര ദിഗ്വിജയങ്ങളിൽ എഴുതിയാൽ പോലും നമ്മൾ സ്വീകരിക്കില്ല. കാരണം ശങ്കര ദിഗ്വിജയങ്ങൾ എഴുതുന്നത് ശങ്കരാചാര്യരുടെ കാലവും കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്ക് എത്രമാത്രം കഥാംശങ്ങൾ പ്രചരിച്ചിട്ടുണ്ടാവും. അപ്പം ഭാഷ്യാനുസാരമല്ലാത്ത ഭാഷ്യവിരുദ്ധമായ അംശങ്ങൾ ജീവചരിത്രത്തിൽ കണ്ടാൽ അവയെ നമ്മൾ കളയണം. ഇതെല്ലാവരും അംഗീകരിച്ചോളണമെന്നില്ല, നമ്മൾ കാഴ്ചപ്പാടാ പറയുന്നത്. അതുകൊണ്ട് ശങ്കരാചാര്യരുടെ ജീവിതത്തിലെ പ്രസിദ്ധങ്ങളായ പല കഥകളും നമ്മൾ സ്വീകരിക്കില്ല. കാരണം ഭാഷ്യത്തിൽ കാണുന്ന ശങ്കരാചാര്യർക്ക് വിരുദ്ധമായത് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പം അവിരുദ്ധമായ അംശങ്ങളെ നമ്മൾ ഉയർത്തി കാണിക്കുക, വിരോധമുള്ള അംശങ്ങളെ കുറച്ച് കാണിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ശങ്കരാചാര്യർ ജീവിച്ച കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ 2 അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. കാഞ്ചി കാമകോടി മഠം, ജ്യോതിർമഠം എന്നിവയുടെ പക്ഷത്തിൽ 2200 ചില്ലാൻ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ശങ്കരാചാര്യരുടെ കാലഘട്ടം. എന്നാൽ മറ്റു മഠങ്ങൾ, ശൃംഗേരി തുടങ്ങിയവ, സർക്കാർ, നവീനകാല പണ്ഡിതന്മാർ ഒക്കെ 1200 ചില്ലാൻ കൊല്ലമാണ് പറയുന്നത്. അപ്പോൾ 1000 ചില്ലാൻ കൊല്ലത്തിൻ്റെ അന്തരമുണ്ട് രണ്ടും തമ്മിൽ. അപ്പം ഈ വിഷയം നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ കലഹം ഉറപ്പാണ്. അപ്പം നമ്മളെന്ത് പറയും? അറിയില്ല കേട്ടോ, ശങ്കരാചാര്യ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചതെന്ന് അറിയില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിലായിരുന്നു, അതായത് കഴിഞ്ഞ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 1800കളിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥാനം
എന്ന ചോദ്യത്തിന് കാലടി എന്നൊരു ഗ്രാമമാണ് എന്ന് പറയാം. എവിടെയാണ് ഈ കാലടി? ഏകാഭിപ്രായം ഉണ്ടായിരുന്നില്ല. 1900-കളുടെ ആദ്യത്തിലാണ് ശൃംഗേരി പീഠാധിപതിയും കാഞ്ചി കാമകോടി പീഠാധിപതിയും ഏകസ്വരത്തിൽ ഇപ്പോഴത്തെ നമ്മൾ എറണാകുളം ജില്ലയിൽ നമ്മൾ അറിയുന്ന പെരിയാറിൻ്റെ തീരത്തുള്ള കാലടിയാണ് ഈ കാലടി എന്ന് നിശ്ചയിച്ചത്. അതിനുശേഷം എല്ലാ വിദ്വാൻമാരും അത് അംഗീകരിച്ചപ്പോൾ ഏകപക്ഷമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടു. അതിനെപ്പറ്റി ഇപ്പോൾ വിസമ്മതിയില്ല. വെറുതെ അവരങ്ങോട്ട് പറഞ്ഞതല്ല, പല പഠനങ്ങൾ നടത്തിയിട്ടാണ് പറഞ്ഞത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ വിളിച്ചു പറഞ്ഞതല്ല. എന്നാൽ കാലവിഷയത്തിൽ ഈ ഒരു ഏക അഭിപ്രായം ഉണ്ടായിട്ടില്ല. 1. 2, എല്ലാ ജീവചരിത്രങ്ങളിലും 32 വയസ്സ് വരെയാണ് ജീവിച്ചത് എന്നുള്ളതിൽ ഏകാഭിപ്രായമാണ്. അതെല്ലാവർക്കും ഒറ്റ അഭിപ്രായമാണ്. പക്ഷേ എവിടെയാണ് ശരീരത്യാഗം ഉണ്ടായത്? ഈ വിഷയത്തിൽ ഏകാഭിപ്രായമില്ല. കേരളീയർ പറയുക തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് സമാധി എന്ന് പറയും. മലയാളികൾ അങ്ങനെ ഇക്കൂട്ടത്തിലാരും പറയുന്നില്ല. ഭാഗ്യം. നമുക്കെല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവരാനാണല്ലോ നമുക്കിഷ്ടം. ശബരി കേരളത്തിലാണ്, ശബരിമല കേരളത്തിലാണ് നമുക്ക്, പിന്നെ ദക്ഷയാഗം കേരളത്തിലാണ് നമുക്ക്, സീതാലവൻ കുശനൊക്കെ കഴിഞ്ഞത് കേരളത്തിലാണ് നമുക്ക്. ഒക്കെ കേരള നല്ലത് തന്നെ, അതിന് വിരോധമൊന്നുമില്ല. എന്തായാലും ഇവിടെ അല്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നില്ലല്ലോ, ഇവിടെ ആണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നില്ലേ ഉള്ളൂ. പക്ഷെ അതൊക്കെ പ്രമാണ നിരൂപണം ചെയ്യുമ്പോൾ തർക്കത്തിന് ഇടയാക്കുന്ന വിഷയങ്ങളാണ്. കാഞ്ചി കാമകോടി മഠം പറയുന്നത് തൻ്റെ ശിഷ്യന്മാരെ 4 മഠങ്ങളിൽ ഇരുത്തുകയും അവരുടെ സ്ഥാപനങ്ങൾക്കുള്ള നിയമങ്ങൾ വ്യക്തമായി മഠാന്യായമായി രേഖപ്പെടുത്തുകയും ചെയ്ത ശേഷം ഭഗവാൻ ഭാഷ്യകാരൻ സ്വയമേവ കാഞ്ചി കാമകോടി പീഠത്തിൽ വന്ന് നിവസിക്കുകയും അവിടുന്നാണ് ശരീരത്യാഗം ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമുക്ക് വിരോധമില്ല, നമുക്ക് സന്തോഷം മാത്രമേ. എന്നാൽ ബഹുഭൂരിപക്ഷം സമൂഹവും സ്വീകരിക്കുന്നത്, ശങ്കര ദിഗ്വിജയങ്ങൾക്കനുസൃതമായി നമ്മൾ മനസ്സിലാക്കുന്നത്, തൻ്റെ അവതാര കൃത്യങ്ങൾ മുഴുവൻ ചെയ്തു കഴിഞ്ഞ ശേഷം ഹിമാലയത്തിൽ കേദാരനാഥ ക്ഷേത്രത്തിൻ്റെ പിൻവശത്തുകൂടെ അങ്ങോട്ട് മുകളിലേക്ക് ആരോഹണം ചെയ്തു പോയി എന്നുള്ളതാണ്. ഇതാണ് ബഹുഭൂരിഭാഗം പേരും മനസ്സിലാക്കുന്നത്. പൊതുവെ ഈ വിഷയത്തിലാണ് സമ്മതിയുള്ളത്. എല്ലാ അഖാഡകളും ശൃംഗേരി തുടങ്ങിയ മഠങ്ങളും മഠാന്യായം അനുസരിച്ചിട്ടുള്ള എല്ലാ മഠങ്ങളും അതാണ് മാനിക്കുന്നത്. 4 മഠങ്ങളും എല്ലാ മണ്ഡലേശ്വരന്മാരും അഖാഡകളും പണ്ഡിതന്മാരും ആ വിഷയത്തിലാണ് അഭിപ്രായമുള്ളത്. നൂറ്റാണ്ടുകളായിട്ട് കേദാരനാഥത്തിൻ്റെ പിൻവശത്തുകൂടെ അങ്ങോട്ട് ആരോഹണം ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം നിലനിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു സ്ഥാനം കൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ സ്ഥാനം വളരെ വിപുലീകരിച്ച് അതിമനോഹരമായ ഒരു ശങ്കരാചാര്യ മൂർത്തി അവിടെ നമ്മുടെ ബഹുമാന്യ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി സ്ഥാപിച്ച് അത് ലോകസമക്ഷം അങ്ങോട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു ഗുണം അതുകൊണ്ടില്ല. എന്താ അപ്പം അതിനൊക്കെ പറയാന്ന് ചോദിച്ചാൽ പരസ്യമായിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചില്ലാനം ചിലവാക്കുന്നുണ്ടല്ലോ. ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുക്കണ്ടേ അത്ര 2 പേജ് പരസ്യമാണെങ്കിൽ.
അപ്പം അതൊരു ഒരു ഒരു പരിശ്രമം വരാൻ പോകുന്നുണ്ട് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടെന്നുള്ളത് നമുക്ക് ഉറച്ച് മനസ്സിലാക്കാം. അതുപോലെ സമീപ കാലഘട്ടത്തിൽ ഒരു ഒരു ജന്മസ്ഥലത്തെ പറ്റിയും വലിയ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ, ഇല്ലേ? ഇല്ല, ശങ്കര ദിഗ്വിജയത്തിൽ പെരിയാർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ, സംസ്കൃതത്തിൽ പൂർണ്ണ നദിയുടെ തീരത്ത് കാലടി നാമമായ പ്രദേശത്തിൽ എന്നാണ് ശങ്കര ദിഗ്വിജയത്തിൽ പറയുന്നത്. അതാണ് ആചാര്യന്മാർ ഉറപ്പിച്ചിട്ടുള്ളത്, നമ്മൾ അങ്ങനെയാണ് മാനിച്ചു പോരുന്നത്. ആ നിലയ്ക്കാണ് അവിടെ മഠം തുടങ്ങിയവ സ്ഥാപിക്കപ്പെട്ടത്. എന്നാൽ അതിലിപ്പോൾ പക്ഷാന്തരം വന്നിട്ടുണ്ട്. അവിടെയല്ല, ശങ്കരാചാര്യരുടെ അമ്മാത്ത് വെളിയനാടാണ്. ആ വെളിയനാടാണ് ജന്മസ്ഥലം. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ട് വളരുകയാണ് ചെയ്തത്. കൊച്ചു കുഞ്ഞായപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ശങ്കരൻ വളരുകയാണ് കാലടി ചെയ്തത്. ജനിച്ചത് വെളിയനാടാണ് എന്നുള്ളൊരു പക്ഷമുണ്ട്. എല്ലാം ഇരിക്കട്ടെ, നമുക്കതിലേക്കൊന്ന് തർക്കത്തിലേക്ക് പോകാൻ നമുക്ക് യാതൊരു താല്പര്യവും ഇല്ല. നമ്മൾ കാണുന്ന ഒരു ശങ്കരാചാര്യരുണ്ട്, അത് ഭാഷ്യങ്ങളിലൂടെ കാണപ്പെടുന്നതാണ്. ആ ശങ്കരാചാര്യയാണ് നമ്മൾ പൂജിക്കുന്നതെന്ന് മാത്രം പറയുന്നു. കാരണം ഇത്തരം വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഇപ്പോൾ ശങ്കരാചാര്യർ എന്ന് പറയുമ്പോൾ ഒരു ചിത്രം വരുന്നുണ്ട്. ആ ചിത്രം രാജാ രവിവർമ്മയ്ക്ക് ശേഷമുള്ള ചിത്രമാണ്, ഈ സമീപകാലത്തുണ്ടായതാണ്. ഇപ്പം നമ്മളെ ഉള്ളിൽ ലക്ഷ്മി എന്ന് പറയുമ്പോൾ, സരസ്വതി എന്ന് പറയുമ്പോൾ ഒരു ചിത്രം വരുന്നുണ്ട്, ഇല്ലേ? രാജാ രവിവർമ്മയ്ക്ക് ശേഷമുള്ള ചിത്രമാണ്. രാജാ രവിവർമ്മയാണ് ഇപ്പം നമ്മളെ മനസ്സിൽ ഓടി വരുന്ന ലക്ഷ്മിയെയും സരസ്വതിയെയും വരച്ചിട്ടുള്ളത്. അപ്പം അതിനു മുമ്പ് ലക്ഷ്മിയുടെ സരസ്വതിയുടെ ചിത്രമില്ലേ? ചിത്രമുണ്ട്, പക്ഷെ ഇത്ര സുന്ദരമായൊന്ന് വന്നപ്പോൾ അതങ്ങ് പ്രതിഷ്ഠിതമായി. അതുപോലെ തന്നെ ശങ്കരാചാര്യൻ്റെ ചിത്രം രാജാ രവിവർമ്മ വരച്ചതിന് ശേഷമുള്ളതാണ് നമ്മുടെ മനസ്സിൽ ദൃഢമായി വരുന്നത്. അപ്പം അതിൽ ശങ്കരാചാര്യര് ദണ്ട് പിടിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർക്ക് ദണ്ട് ഉണ്ടാവുമോ ഇല്ലയോ? സ്വാമി ഒരു വടി പിടിക്കുന്നതിനെ പറ്റി നമ്മൾ തർക്കത്തിൽ ഏർപ്പെടണോ? അത് വേറൊരു വടിയല്ല, അതൊരു വലിയ സത്യമുണ്ട്, തത്വമുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം. ശങ്കരാചാര്യർക്ക് ദണ്ട് ഉണ്ടാവുമോ ഇല്ലയോ ചോദ്യമാണ്. അപ്പം മഠാധിപതി ശങ്കരാചാര്യന്മാർക്കൊക്കെ ദണ്ടുണ്ടാവും, അത് സ്ഥാനചിഹ്നമാണ്. എന്നാൽ സ്ഥാനചിഹ്നമായ ദണ്ട് മഠസ്ഥാപകനായ ശങ്കരാചാര്യർക്ക് ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. ചോദ്യമാണ്. ചിദാനന്ദ സ്വാമി ഒന്നും പറഞ്ഞിട്ടില്ലേ? അഥവാ അതല്ല, ഞാൻ സന്യസിക്കുന്നതിന് മുമ്പ് ബ്രാഹ്മണനായിരുന്നു എന്നുള്ള അഭിമാനം ശങ്കരാചാര്യർ ജയിച്ചിട്ടില്ല എന്ന് വരുമോ? ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. കർമ്മങ്ങളെ ജയിച്ച് പരമഹംസ പരിവ്രാജക ദീക്ഷ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ തെണ്ടുവരാം. അല്ല, പരമഹംസ ദീക്ഷ സ്വയം സ്വീകരിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? ആണെങ്കിൽ തെണ്ടുപിടിക്കാം, ഉണ്ടെങ്കിൽ തെണ്ടുവരില്ല. ഒക്കെ വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ നല്ലത് ഭാഷ്യത്തിൽ കാണുന്ന ശങ്കരാചാര്യരെ പൂജിച്ചോളാം, അല്ലാണ്ട് വിശദാംശങ്ങളിലേക്ക് പോയാൽ വലിയ പ്രശ്നമാണ്.